ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ജോലിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണതിൻ്റെ ഇടയിൽ ഒരു ഓഫ് ഡേ കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കുള്ളൊരു കാര്യമാണ്. എനിക്കിപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ലണ്ടനിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ക്യാംപ്ടൺ മാർക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ക്യാംപ്ടൺ മാർക്കറ്റിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു ട്യൂബ് എടുത്തിട്ട് വേഗം അങ്ങോട്ടേക്ക് എത്തിയിട്ടോ. ഞാൻ ഏകദേശം 3:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് മുന്നേ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ചില സ്ഥലങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികം കറങ്ങി തിരിയാണ്ട് ഇവിടുത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് തുടങ്ങി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് ഈ റൂഫ് ടോപ്പ്. ഏകദേശം 3 നിലയിലെ ബിൽഡിങ്ങിൽ മിക്ക ഷോപ്സും കണ്ടെയ്നേഴ്സ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അന്ന് ഞാനിവിടെ സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ്സും അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാലുള്ള ഇവിടുത്തെ മ്യൂസിക്കും പരിപാടികളൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്ന് അതൊന്നും ഓൺ ആയിട്ടില്ല. കാരണം ഞാൻ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:30 അതുപോലെ തന്നെ രാത്രി ആകുമ്പോഴാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓൺ ആവാം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങി. അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിട്ടാണ് കേട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഫുഡ്, ഡ്രസ്സ്, മറ്റ് ആക്സസറീസ് അങ്ങനത്തെ ഷോപ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. എന്നാലും മെയിനായിട്ട് നിൽക്കുന്നത് ഫുഡിൻ്റെ ഷോപ്സ് തന്നെയാണ്. ഇത് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് ക്യാംപ്ടൺ മാർക്കറ്റിൻ്റെ അവിടേക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ സീബ്ര ക്രോസിന് പകരം LGBTQൻ്റെ ഫ്ലാഗ് ആണ് കേട്ടോ ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ അങ്ങോട്ടേക്കും എല്ലാം നടന്നു കേട്ടോ. ഇനി വരുന്ന സ്ഥലങ്ങളാണ് ക്യാംപ്ടൺ മാർക്കറ്റിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ക്യാംപ്ടൺ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടൊരു കനാല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇയാളെ കണ്ടു, ഇയാളുടെ മേത്താണെങ്കിൽ ഫുള്ള് ടാറ്റൂസും അതുപോലെ തന്നെ കുറേ സ്റ്റഡ്സ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അയാൾ അതിന് എത്രയോ പൗണ്ടും ചാർജ് ചെയ്യുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റ് മെയിനായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് മറ്റേ വശത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് വരുന്നേരാണ് കേട്ടോ ഞാൻ അവിടെ വാളിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടത്. അന്നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവരുടെ വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യാനായിട്ട് പാടുമെന്നുള്ളത്. പിന്നെ അവർ വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ അങ്ങ് എടുത്തു. പിന്നെ നമുക്ക് ഈ കനാലിൻ്റെ അതിൽ കൂടെ വരുമ്പോൾ തന്നെ കാണാം കേട്ടോ അവിടെ ഒരു നാരോ ബോട്ട് കിടക്കുന്നതായിട്ട്. ഇവിടുത്തെ കനാലുകളിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള നാരോ ബോട്ട്സ് ആണ്. ലണ്ടനിലെ റൂംസിന് റെന്റ് കൂടുതലായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇതുപോലുള്ള നാരോ ബോട്ട്സിലാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ്, പിന്നെ ഹോളിഡേയ്സിന് ട്രിപ്പ് വരുന്നവരൊക്കെയാണ് ഈ നാരോ ബോട്ട്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ എത്തിയിട്ടുള്ളത് വാട്ടർ സൈഡ് ഹാൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് സൈഡിലുള്ള ഒരു ചെറിയ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ഇനി ഒന്ന് കാണാം. ഇവിടുത്തെ ഷോപ്പുകളിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ്സ്, സൺഗ്ലാസസ്, പിന്നെ നമ്മൾ ഈ കൊറിയൻ സീരീസിലൊക്കെ കാണില്ലേ നല്ല ക്യൂട്ടായിട്ടുള്ള ബൊമ്മകൾ, അതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കണ്ടത് കൂടുതലായിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല പ്രിന്റ് ചെയ്തിട്ടുള്ള ടോട്ട് ബാഗ്സ് ആയിക്കോട്ടെ, ജ്വല്ലറീസ് ആയിക്കോട്ടെ, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് മേടിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാന്നുള്ളൊരു പർപ്പസ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിറയെ മിറേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ, എൻ്റെ സെൽഫി വീഡിയോ പോലെ എടുത്ത് പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ഇതിൻ്റെ അപ്സ്റ്റേഴ്സിലേക്കാണ്. അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫുഡ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് സ്കിഡ് ഫ്രൈ കഴിച്ചിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു 5-6 പീസിന് 8 പൗണ്ട്സിനാട്ടോ നമുക്കത് കിട്ടിയത്. അതത്ര വെർത്ത്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഫുഡും കഴിക്കാൻ തയ്യാറായില്ല കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങിക്കഴിഞ്ഞ് ഇവിടെ എത്തിയാലും ഇവിടെ ഫുള്ള് ക്രോക്സുമേ വെക്കാനുള്ള ആക്സസറീസ് ആയിരുന്നു കേട്ടോ. ഒരെണ്ണത്തിന് 3 പൗണ്ടും 5 എണ്ണം എടുത്താൽ 10 പൗണ്ടിനായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ചിരിക്കണ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുഡും ഷോപ്പിംഗും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ഈവനിങ് നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. പണ്ടൊക്കെ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു ഇവിടുത്തെ ഷോപ്പുകൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ മാർക്കറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ എല്ലാ ദിവസവും ഓപ്പൺ ആക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ലണ്ടനിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഈ ക്യാംപ്ടൺ മാർക്കറ്റ്. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുള്ള ഫേമസ് ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഇനി മാർക്കറ്റിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണിക്കാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ. ഇനി ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ല. ഇനി നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡിലേക്കാണ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങി കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ മാർക്കറ്റിൻ്റെ മറ്റൊരു വശം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് പഴക്കമുള്ളൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഇവിടെ കൂടുതലായിട്ടുള്ളത് ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ജ്വല്ലറീസ്, അതുപോലെ തന്നെ ഡ്രസ്സസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടോ.
പിന്നെ ഇതൊരു റെഡ് ബ്ലൂ തീമിലായതുകൊണ്ട് തന്നെ വീഡിയോയിലായാലും നേരിട്ട് കാണാനായാലും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഞാൻ എവിടെ പോയാലും എന്നെ പിന്തുടർന്ന് വരുന്ന ഈ സൺലൈറ്റ് ആണ് കേട്ടോ നമ്മുടെ വീഡിയോനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഒരു വഴി കൂടെ വേണം നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അതുപോലെ തന്നെ ഈ കാണുന്ന ടെറസ് ബാറിൻ്റെ ഔട്ട് സൈഡിലുള്ള സിറ്റിംഗ് ആട്ടോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇരുന്നിട്ട് ആൾക്കാർ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട്. മാർക്കറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത് അപ്പുറത്തെ സൈഡിലാണ്, പക്ഷെ അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇപ്പോൾ പോകാൻ എളുപ്പമുള്ള വഴി. പിന്നെ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ടും ഒരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ബാറിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ കാണുന്ന ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് കേട്ടോ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാതും ഫില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ മാർക്കറ്റിൻ്റെ ഉൾവശം. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഫുഡിൻ്റെ ഏരിയാസ് ആണ് കേട്ടോ കാണാൻ പറ്റുക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ച് ബോട്ട് നിർത്തിയിട്ടേക്കുന്നതും കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ നിന്നിട്ടൊരു വ്യൂ കാണിച്ചു തരാമെന്ന്. ഇതും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഫാസ്റ്റ് ഫുഡ്സ് ആണ് കേട്ടോ. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ ഡമ്മി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവരും ഇവിടെ ഫുഡ് മേടിച്ച് കഴിക്കേണ്ട തിരക്കിലാണ് കേട്ടോ മൊത്തം സ്ട്രീറ്റും. അങ്ങനെ ഒന്നും മേടിക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നതെന്ന് വെച്ചാലും എൻ്റെ കണ്ണിൽ പെട്ടത് ഈ സ്ട്രോബെറി ആണ് കേട്ടോ. ഇത് അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും ഇവിടുന്ന് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് എനിക്ക് ഈ ബാക്കിലിരിക്കുന്ന അപ്പൂപ്പനാണ് കേട്ടോ സെർവ് ചെയ്തത്. ഈ കടയ്ക്ക് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അവർ. ഇതിന് ചാർജ് ചെയ്യുന്നത് 8 പൗണ്ട്സ് ആണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഇവിടെ തന്നെ പല ഷോപ്പുകളിലും കാണാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റിനും ചെറിയ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ ഞാൻ പറയാനായിട്ട് മറന്നു, ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെ ഇതിൻ്റെ പലതരം ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഡാർക്ക് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ സാദാ ചോക്ലേറ്റ്. ഞാൻ സാദാ ചോക്ലേറ്റ് ആണ് കേട്ടോ ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ആയാലും നല്ല സ്വീറ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് നേരം ഇത് കഴിച്ച് ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഇവിടെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിന് പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു ബാർ ഉണ്ട് അവിടെ ഇരുന്നിട്ട് ആൾക്കാർ സൺബാത്തൊക്കെ കൊണ്ട് ഓരോ ഡ്രിങ്ക്സൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നെല്ലാതും നടന്ന് കാണാനുള്ള കാഴ്ചകളായതുകൊണ്ട് തന്നെ നടന്ന് ഞാനൊരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സൺബാത്തും കാര്യങ്ങളൊക്കെ ഇവർക്ക് മാത്രമേ ഉള്ളൂ. എനിക്കതത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല, കാരണം നല്ല ചൂടുണ്ടായിരുന്നു ഇന്ന്. അങ്ങനെ എൻ്റെ സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ലാസ്റ്റ് പീസ് ഞാൻ അകത്താക്കിയിട്ട് അത് അവസാനിപ്പിച്ചു കേട്ടോ. ഒരെണ്ണം കൂടി കിട്ടിയാൽ കൊള്ളാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇവിടെ മൊത്തം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കപ്പിൾസ് വന്നിട്ട്. ഇത് ഞാൻ സിനിമകളിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനിത് നേരിട്ട് കാണുന്നത്. ഇതിൻ്റെ അറ്റത്തേക്ക് പോകും തോറും കൂടുതൽ ലോക്കുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ലോക്കുകളിൽ അവരുടെ പേരും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനുള്ള കുറേ സ്പേസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഈ സൈഡിൽ മൊത്തം ഫുഡിൻ്റെ ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സിൻ്റെ ഏരിയ, അതുപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളുടെ ഒരു ഏരിയ ആയിരുന്നു. ഒരു കൂളിംഗ് ഗ്ലാസ് മേടിക്കാനായിട്ട് ഞാൻ നോക്കി, പക്ഷെ അവിടെ വീഡിയോസ് അലൗ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. ഞാൻ പോയതൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പൊതുവെ ആൾക്കാർ കുറവായിരുന്നു. പിന്നെ ഒരു നേരം വൈകിയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ പകുതി ക്ലോസ് ആയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഷോപ്പുകളൊക്കെ ക്ലോസ് ആയി തുടങ്ങിയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലം തപ്പിയിട്ടാണ് കേട്ടോ പിന്നീട് ഞാൻ അവിടെ നിന്ന് നടന്നത്. ഈ താഴെ കാണുന്നത് ഒരു ഡാൻസ് ബാറാണ്. പിന്നെ പുറകിൽ നമുക്ക് നല്ലൊരു സൺലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഒരു നല്ല വീഡിയോ കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. വിചാരമൊന്നും തെറ്റിയില്ല, നല്ലൊരു വീഡിയോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം മാർക്കറ്റിലെ ആൾക്കാരൊക്കെ പൊതുവെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സമയം. ഞാൻ പിന്നെ ചെന്നെത്തിയത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള അംബർല മാർക്കറ്റിലാണ് കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഞാൻ അവിടെ ചെന്നെത്തിയത്. കാരണം ഇത് കുറേ റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് കറക്റ്റ് വരുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ലാസ്റ്റ് പോകാൻ നേരത്താണ് ഇതിൻ്റെ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ആയി പോകുമോ എന്നുള്ളൊരു ഡൗട്ടും എനിക്കുണ്ടായിരുന്നു കേട്ടോ. പലതരത്തിലുള്ള അംബർലകൾ കൊണ്ടാണ് ഇത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്.
അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1970s കേട്ടോ ഈ മാർക്കറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാംഡൻ മാർക്കറ്റിൻ്റെ അടുത്ത് വരുന്ന മാർക്കറ്റാണ് ഇൻവേർണസ് സ്ട്രീറ്റ് മാർക്കറ്റ്, ലെതർ ലൈൻ മാർക്കറ്റ്, ക്യൂൻസ് ക്രസൻറ്റ് മാർക്കറ്റ്, അങ്ങനെ കുറേ മാർക്കറ്റ്സ് ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഇവിടെ തന്നെ 4000-ൽ പരം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ ഈ മാർക്കറ്റ്സ്. പിന്നെ ഈ സൺലൈറ്റ് കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഇടവഴി കൂടെ വരാമെന്ന് വിചാരിച്ചത്. കാരണം വീഡിയോയിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. പിന്നീടാണ് അതിൻ്റെ അറ്റത്തൊരു ബാറാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു നടന്നു. പിന്നെ ഈ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും ആൻറ്റി അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഒരു ചെറിയൊരു കാർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ കാറ് ഈ ബാറിൻ്റെ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിൽ ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകാനായിട്ട് നോക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കാംഡൻ മാർക്കറ്റിൻ്റെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാനായിട്ടില്ല കേട്ടോ. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ബാറുകളൊക്കെ ഇവിടുത്തെ ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ രാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ് കേട്ടോ ഇവിടുത്തെ ബാറുകളൊക്കെ. അപ്പോൾ ഞാനിതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോട്ടൺ ക്യാൻഡിയുടെ ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അവർ നമുക്ക് കോട്ടൺ ക്യാൻഡീസ് ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഇതാണ് ആ കോട്ടൺ ക്യാൻഡിയുടെ ഷോപ്പ്. ഇതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആകർഷിക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും നിന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ പുറത്ത് നിന്നാൽ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു സൂം ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് പിന്നീട് അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലായിട്ടും കാണാം ഇതുപോലെ ബാറുകളിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയിലേക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ എക്സിറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സിറ്റ് വരുന്നത്. പിന്നെ നമുക്കിനി തിരിച്ച് നമ്മൾ വന്ന അതേ സ്റ്റേഷനിലേക്ക് തിരിച്ച് നടക്കണം കേട്ടോ, കാംഡൻ സ്റ്റേഷനിലേക്ക്. പിന്നെ ഞാൻ മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കാംഡൻ മാർക്കറ്റിൻ്റെ എൻട്രൻസ് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്കിനി കാംഡൻ മാർക്കറ്റിൻ്റെ എൻട്രൻസ് കാണാം കേട്ടോ. ഇതാണ് കാംഡൻ മാർക്കറ്റിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതിൻ്റെ വേറൊരു ചെറിയൊരു എൻട്രൻസും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് 2ാമത്തെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാംഡൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളിതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ ബൈ.